ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ കൊല്ലം ഇരവിപുരത്ത് NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക്കിനെ വെട്ടി വിഷ്ണു മോഹൻ RSP സ്ഥാനാർത്ഥിയാകും. ഷിബു ബേബി ജോണിന്റെ കടുംപിടുത്തത്തിന് വഴങ്ങിയാണ് തീരുമാനം. വിഷ്ണുവിനെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ പാർട്ടി വിടുമെന്ന് ഷിബു ബേബി ജോൺ ഭീഷണി മുടക്കിയതോടെയാണ് പ്രേമചന്ദ്രൻ വിഭാഗം വഴങ്ങിയത്. RYF സംസ്ഥാന സെക്രട്ടറിയാണ് വിഷ്ണുമോഹൻ. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ കഴിഞ്ഞ കുറേ ദിവസമായി ഈ ഒരൊറ്റ കാര്യത്തിൽ ഉടക്കി നിൽക്കുകയാണ്. RSP രണ്ട് വിഭാഗമായി നിൽക്കുകയാണ്. ഈ പാർട്ടി കമ്മിറ്റികളിലൊക്കെ പ്രേമചന്ദ്രന്റെ മകനാണ് ഒരു മുൻതൂക്കം ലഭിച്ചത് എന്നാണ് വന്ന വാർത്ത. പക്ഷേ ഞാൻ ഉണ്ടാകില്ല എന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു എന്നാണ് അറിയുന്നത്. മാധു, അങ്ങനെ തന്നെയാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന ഘട്ടത്തിൽ കാർത്തിക് പ്രേമചന്ദ്രനാണ് വലിയ ഭൂരിപക്ഷം ലഭിച്ചത്. കാർത്തിക് സ്ഥാനാർത്ഥിയാകട്ടെ എന്നൊരു നിലപാട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്വീകരിച്ചു. പക്ഷേ ഷിബു ബേബി ജോൺ ഇക്കാര്യത്തെ എതിർത്തു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വേണ്ട, ഒരു സമവായ സ്ഥാനാർത്ഥി വരട്ടെ എന്ന കാര്യം ഷിബു ബേബി ജോൺ പറഞ്ഞു. അങ്ങനെയാണ് അസീസ് ആക്ടിംഗ് സെക്രട്ടറിയായി അദ്ദേഹം വിഷ്ണുമോഹന്റെ പേര് നിർദ്ദേശിക്കുന്നത്. പക്ഷേ അപ്പോഴും പ്രേമചന്ദ്രൻ വിഭാഗത്തിൽ വീണ്ടും അതിനെ എതിർത്തു. അങ്ങനെ വേണ്ട, എന്നാൽ തൊഴിലാളി പക്ഷ നേതാവായ സജി ഡി ആനന്ദ് സ്ഥാനാർത്ഥിയാകട്ടെ എന്നൊരു നിലപാട് പ്രേമേന്ദ്രൻ വിഭാഗവും സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് വലിയ തർക്കം സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായി. ഒടുവിലാണ് ഷിബു ബേബി ജോൺ കമ്മിറ്റിയിൽ നിന്നില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് രാജിവെക്കും എന്നൊരു നിലപാട് സ്വീകരിച്ചത്. അതോടുകൂടിയാണ് സമവായ സ്ഥാനാർത്ഥി ഈ അസീസ് മുന്നോട്ട് വെച്ച സമവായ സ്ഥാനാർത്ഥിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഇതോടുകൂടി വിഷ്ണുമോഹൻ RYFന്റെ ഇതിന്റെ സംസ്ഥാന സെക്രട്ടറിയായ വിഷ്ണുമോഹൻ തന്നെ ഇരുവരുത്ത് സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തിൽ തത്വത്തിൽ ധാരണയായി. കമ്മിറ്റി പിരിയുകയായിരുന്നു. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എന്തായാലും പിന്നീടായിരിക്കും ഉണ്ടാവുക. UDF ഉൾപ്പെടെ ഇനി 2 സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയാകാനുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക. ഈ കമ്മിറ്റിയൊക്കെ കഴിഞ്ഞ ശേഷം ഷിബു ബേബി ജോൺ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാ പാർട്ടിയിലും ഉണ്ടാകുന്ന പോലെ ചില തർക്കങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. എന്തായാലും കൃത്യമായ റിപ്പോർട്ടർ TV സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെയുള്ള വിവരങ്ങൾ കൃത്യമായത് ആളുകൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്, പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് തന്നെയാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും പ്രേമചന്ദ്രനെ സംബന്ധിച്ച് വിഷ്ണുമോഹൻ രണ്ട് വ്യക്തികളുടെ താല്പര്യം, രണ്ട് ഘടകങ്ങളുടെ താല്പര്യം എന്നതിനപ്പുറത്ത് എന്താണ് ഈ വിഷ്ണുമോഹന്റെ ഒരു പ്രൊഫൈൽ? ഈ അഭിഭാഷകനാണെന്ന് തോന്നുന്നു ചില ചിത്രങ്ങളിൽ നിന്ന്. അതിനപ്പുറത്തേക്കുള്ള ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? അതായത് മാധു RYFന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്. നമ്മൾ കുറച്ചു മുമ്പ് ഈ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ ചില ആരോപണങ്ങൾ ഇടുന്നു. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തോട് കൊല്ലം കോർപ്പറേഷനിലോ മറ്റോ മത്സരിക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിച്ചു. പക്ഷേ തോൽക്കുമെന്ന് ഭയന്നുകൊണ്ട് മത്സരിക്കുന്നില്ല. അങ്ങനെ ഒരാൾ എങ്ങനെ ഇരുവരുമുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുമെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു അംഗം ഉന്നയിച്ചു. ഇദ്ദേഹം കൂടി ഈ സ്ഥാനാർത്ഥിയാവുന്ന ഇദ്ദേഹം കൂടി പങ്കെടുക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് ഒരു അംഗം അത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത്. പക്ഷേ ഷിബു ബേബി ജോണിന്റെ പിടിവാശി വഴങ്ങിക്കൊണ്ട് ആ ഒരു പാർട്ടിക്ക് ഒരു ആസന്നമായിരിക്കുന്ന ഏറ്റവും സങ്കീർണമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ സെക്രട്ടറി പദം വഹിച്ചിരുന്ന ഒരു നേതാവ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുമെന്ന ഒരു തീരുമാനമെടുക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു തീരുമാനം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി നിലവിൽ ആക്ടിംഗ് സെക്രട്ടറി അസീസ് മുന്നോട്ട് വെച്ച പേര് അതിന് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകുകയായിരുന്നു. പ്രേമചന്ദ്രൻ വിഭാഗം ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ എതിർപ്പുകൾ മാറ്റിവെച്ചു. കാരണം പാർട്ടിയാണ് വലുതെന്നൊരു തീരുമാനം പ്രേമചന്ദ്രൻ വിഭാഗം സ്വീകരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ എന്തായാലും കാർത്തിക് പ്രേമചന്ദ്രനെ വെട്ടിയില്ലെങ്കിൽ കാർത്തിക് പ്രേമചന്ദ്രന് അപ്പുറത്തേക്ക് മറ്റൊരു വിഷ്ണുമോഹൻ എന്ന് പറയുന്ന മറ്റൊരു യുവ നേതാവ് വരുന്നത്. എന്തായാലും ഇതിൽ RSPയുടെ 3 സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. കുന്നത്തൂർ സീറ്റിന്റെ കാര്യത്തിലും ഒപ്പം തന്നെ ചവറയിലും ഒപ്പം തന്നെ ഇരുവരുത്തും 3 സീറ്റുകളിലും സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. ഇനി ജില്ലയ്ക്ക് പുറത്തുള്ള 2 സീറ്റുകളാണ്. അതിൽ UDF ധാരണയാകണം. പിന്നീട് വിവരങ്ങൾ നൽകിയത് പല തലങ്ങളുടെ ഈ വാർത്തയ്ക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ കാർത്തിക് പ്രേമചന്ദ്രന്റെ മകനാണ്, പുറത്തു നിന്നുള്ള ആളാണ് വിഷ്ണുമോഹൻ. അപ്പോൾ സ്വാഭാവികമായും അല്ലെ, ഒരു പക്ഷേ കാർത്തിക് പ്രേമചന്ദ്രന് കൂടുതൽ പിന്തുണയുണ്ടായിരിക്കാം. വിഷ്ണുമോഹൻ പാർട്ടിയുടെ യുവജന സംഘടനയുടെ മേധാവിയാണ്. ആ നിലയ്ക്കൊക്കെയാണ്. എങ്കിലും പുറത്തുനിന്നുള്ള ആളുകൾ വരട്ടെ എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിന്, സംഘടനാ സംവിധാനത്തിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്രമേൽ പിന്തുണ ഉണ്ടായിട്ടും പാർട്ടിയാണ് വലുത് എന്നൊരു തീരുമാനം അപ്പുറത്തുണ്ടാകുന്നുണ്ട് എങ്കിൽ അതും ഏറ്റവും മികച്ച കാര്യം തന്നെയാണ്. എന്തായാലും സമവായങ്ങൾ ഉണ്ടാകട്ടെ തർക്കത്തിനപ്പുറത്ത്. അല്ലെ, ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.